മൗനം അഥവാ നിശബ്ദത ചിലപ്പോൾ 1000 വാക്കുകളേക്കാൾ ശക്തമായിരിക്കും. കാരണം വിശദീകരണം ആവശ്യമില്ലാത്ത, എന്നാൽ നിശബ്ദത മാത്രം ആവശ്യമായി വരുന്ന ചില ഘട്ടങ്ങളും നിമിഷങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ മറ്റു പലരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കാം. എന്നാൽ നിശബ്ദത അതിനെ പരിശുദ്ധമായി സംരക്ഷിക്കും. നിങ്ങൾ നിശബ്ദത പാലിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വാക്കുകളെക്കുറിച്ചുമൊക്കെ ചിന്തിക്കാനും ആലോചിക്കാനും തുടങ്ങുന്നത്. അതുകൊണ്ട് ചില സന്ദർഭങ്ങളിലുള്ള നിശബ്ദത ഒരിക്കലും ഒരു ഒളിച്ചോട്ടമല്ല, മറിച്ച് അത് ബുദ്ധിശക്തിയുടെ ലക്ഷണവും കൂടിയാണ്. ചിലപ്പോൾ ചിലതൊക്കെ ചിലർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരേ ഒരു വഴി നിശബ്ദത മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ നിശബ്ദത എന്ന് പറയുന്നത് ഒരു ബലഹീനതയല്ല, ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും ശക്തമായ മറുപടി. മാത്രവുമല്ല, നിശബ്ദത ചില സന്ദർഭങ്ങളിൽ ആത്മാഭിമാനത്തിൻ്റെ ലക്ഷണമാകാറുണ്ട്. മറ്റു ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു പാഠവുമാകാറുണ്ട്. അതുകൊണ്ട് സംസാരിക്കുക എന്നത് എല്ലാവർക്കും കഴിയുന്ന കാര്യമാണ്. എന്നാൽ നിശബ്ദത കൈവരിക്കാൻ ജ്ഞാനികൾക്ക് മാത്രമേ കഴിയൂ.